ഇസ്ലാം എന്നത് സംശുദ്ധമാണ്, പരിശുദ്ധമാണ്. അതുകൊണ്ട് നമ്മുടെ ദീനിൽ അഭിമാനമുള്ളവരായിരിക്കണം നാം. അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ച പവിത്രമായ അള്ളാഹു കനിഞ്ഞു നൽകിയ ആദർശമാണിത്. ആ ആദർശത്തിനെതിരായി വരുന്ന വിശ്വാസ വൈകല്യങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് കയറി വരരുത്. അത് എന്തിന്റെ പേരിലായാലും ശരി, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ മാത്രം മാറി നിൽക്കാൻ. എല്ലാവരും ബഹുഭൂരിപക്ഷം എടുത്തു നോക്കിയാൽ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളാണോ? അല്ലല്ലോ. എന്നിട്ടും നമ്മൾ ഇജ്ജത്തോടുകൂടി ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞില്ലേ, നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നില്ലേ? നമ്മുടെ ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിനൊരു കോട്ടം തട്ടിയാൽ നമുക്ക് എല്ലാവർക്കും പ്രയാസമുണ്ടാവും, പ്രശ്നമുണ്ടാകും അല്ലെ? മുസ്ലിമീങ്ങൾ നാട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രശ്നം? നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാമാണ്, ഇജ്ജത്താണ്. എന്നാൽ ഇസ്ലാം അതിന്റെ ആദർശം അത് തനതായ രൂപത്തിൽ പാലിക്കണമെന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ ഒരു സങ്കുചിതത്വം വരുന്നത്? ഓരോരുത്തർക്കും അവരവരുടെ ദീൻ പാലിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്, പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്താണത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദീനിൽ അഭിമാനമുള്ളവരായിരിക്കണം. നമ്മുടെ ദീൻ ഒരിക്കലും പണയം വെക്കരുത്.